മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. നമസ്കാരം, റൈറ്റ് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ദേശമംഗലത്ത് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കടുകശ്ശേരി തച്ചുകുന്ന് തച്ചോത്ത് വീട്ടിൽ 72-കാരിയായ സഫിയയാണ് മരിച്ചത്. മരണം കൊലപാതകമെന്ന സംശയം. ദേശമംഗലത്തെ വയോധികയുടെ മരണത്തിൽ ദുരൂഹത. കടുകശ്ശേരി തച്ചുകുന്ന് തച്ചോത്ത് വീട്ടിൽ 72-കാരിയായ സഫിയയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടെ. സഫിയയുടെ ശരീരത്തിൽ സ്ഥിരമായി കാണാറുള്ള സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായും ശരീരത്തിൽ ചെറിയ മുറിപ്പാടുകൾ ഉണ്ടെന്നുള്ളതും മരണത്തിൽ ദുരൂഹത സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ. തനിച്ച് താമസിക്കുന്ന വയോധികരുടെ സംരക്ഷണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്വമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PI ഷാനവാസ്. ദേശമംഗലത്ത് വയോധികയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയ സംഭവത്തിൽ സ്ഥലം സന്ദർശിച്ച ശേഷം റൈറ്റ് വിഷൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ ജാഗ്രത പാലിക്കണമെന്നും PI ഷാനവാസ്. ചേലക്കരയിൽ സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. പല ബസ്സുകളും സ്റ്റാൻഡിലേക്ക് കയറാത്തത് മൂലം യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് പൊരിവെയിലത്ത്. അധികാരികൾ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് യാത്രക്കാരുടെ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്ന് ആവശ്യം. ചേലക്കരയിൽ സജീവമായി വിഷു വിപണി. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വ്യാപാര സ്ഥാപനങ്ങളിൽ തിരക്കേറി തുടങ്ങി. മേടച്ചൂടിനൊപ്പം വിഷു വിപണിക്കും ചൂടുപിടിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലാമല കുത്താമ്പുള്ളിയിൽ നടന്ന ഇരട്ട വോട്ടിനെതിരെ NDA പരാതി നൽകി. കടമാൻകോട്ടിൽ സുന്ദർരാജ് എന്നയാൾക്കെതിരെയാണ് പരാതി. സുന്ദർരാജിനെതിരെ തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. പട്ടാമ്പി പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് പുരുഷന്റെ മൃതദേഹം. മരിച്ചയാളെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി പോലീസ്. പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ?